പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സുന്ദരമായ ഒരു അവസരമാണ് കർത്താവിൻ്റെ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ സാധിക്കുക. ദൈവമെടുത്ത വലിയ ഇനിഷ്യേറ്റീവാണ് ഈശോയുടെ കുരിശുമരണം. കൂടുതൽ കാര്യങ്ങൾ ദൈവമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ അനാസ്ഥ മൂലം വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സഭയിലൂടെ ഒക്കെ നമ്മൾ വിശ്വാസത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അനാസ്ഥ കാണിക്കരുത്, ഒരു തമാശ പോലെ കരുതരുത്. അതിനത്തെ വചനങ്ങളൊക്കെ ശ്രവിക്കുമ്പോഴും ഓടി രക്ഷപ്പെടാൻ പറയുമ്പോൾ അത് തമാശ പോലെ കരുതി. ഇപ്പോൾ തമാശയായിട്ട് കരുതരുത്. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സഭയിലൂടെ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം. ഇപ്പോൾ ഈ പരിശുദ്ധ ബലിയർപ്പണം, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഇവിടുത്തെ പരിശുദ്ധ ബലിയർപ്പണം. നമ്മൾ ശ്രദ്ധയോടുകൂടി പങ്കുചേരണം. നമുക്ക് അത് നമ്മുടെ ഓരോരുത്തരുടെ മിടുക്കാണത്. ദൈവം രക്ഷപ്പെടുത്താൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും കൂട്ടമായിട്ടാണ് വന്നതെങ്കിലും കൂട്ടമായിട്ട് പരിശ്രമിക്കാം. പക്ഷേ വ്യക്തിപരമായ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാവരും ഒരുമിച്ചല്ലല്ലോ മരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ വ്യക്തിപരമായിട്ട് തന്നെ അതിൽ അനാസ്ഥ കാണിക്കരുത്. നമുക്ക് ഭക്തിയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ
കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിൻ്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാക്കാനങ്ങ് തിരുവുള്ളമായല്ലോ. പാപാന്ധകാരത്തിൻ്റെ അധീനതയിൽപ്പെടാതെ സുവ്യക്ത സത്യത്തിൻ്റെ പ്രഭയിലെന്നും ഞങ്ങൾ പ്രശോഭിച്ചു നിൽക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്ത് കൊണ്ടു ചെന്ന് വിട്ടതിന് ശേഷം അവരിലൊരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയുമരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്ന അത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ, അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാവട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്ന പേരുണ്ടായി. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗോമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവിശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പുറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമിനും ഗോമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി. തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. കർത്താവ് എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുതേ. രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനെയും.
അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ്. അവരുടെ വലത് കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. എൻ്റെ കൺമുൻപിലുണ്ട്. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു. മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. എൻ്റെ കൺമുൻപിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. ഞാൻ അവിടുത്തെ വചനത്തിൽ പ്രത്യാശയർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാല ഉയർന്നു. യേശു ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവന് ഉണർത്തിച്ച് അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. യേശു പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടല് പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം ആണ് നമ്മൾ വായിച്ചു കേട്ടത്. അത് 15 മുതലുള്ള കാര്യങ്ങളാണ്. 15 മുതൽ 29 വരെ. അബ്രാത്തിൻ്റെ അടുക്കൽ വന്ന ദൂതന്മാർ, അവർ അത് 18-ാം അധ്യായത്തിൽ അങ്ങനെ തുടർന്ന് അവർ തന്നെയാണ് ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലും നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉടൻ തന്നെ പുറത്തു വരിക. ഉടൻ തന്നെ അവർ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അത് ഉടൻ തന്നെ, അതിന് ആ പറയുന്നതിൻ്റെ സീരിയസ്നെസ്, ഉടൻ തന്നെ പുറത്തു വരിക. ഇനി 14-ാമത്തെ വാക്കിൽ ഉൽപ്പത്തി 19:14 ലോത്ത് പോയിട്ടും ലോത്ത് ഉടനെ തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക. കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്ര അവർക്ക് തോന്നിയത്. അത് ലോത്തിൻ്റെ കുഴപ്പമായിരിക്കുമോ? ലോത്ത് തമാശ പറയുന്നത് പോലെ ആയിരിക്കുമോ പറഞ്ഞത്? അല്ലെങ്കിൽ ലോത്ത് പറഞ്ഞത് അവർ തമാശയായിട്ടാണോ കരുതിയത്? ഒരു കാര്യം നമ്മൾ പരിഗണിക്കുന്ന രീതി, ഒരു കണക്കിലെടുക്കുന്ന രീതി, അത് നമ്മൾ ധ്യാനിക്കുന്നതല്ല. തമാശ പോലെ തോന്നി. എടാ പള്ളിപ്പോടാ, തമാശ പോലെ തോന്നി. ഓ പിന്നെ. അപ്പോൾ ഒരമ്മ തൃശ്ശൂരെന്ന് വന്നതാ. തൃശ്ശൂരെന്ന് വന്നിട്ട് അമ്മയ്ക്ക് ചരട് കെട്ടണം, തൊട്ടിൽ കെട്ടണം, ഇതൊക്കെയാണ് അമ്മയുടെ പരിപാടി. അപ്പം കൂടെയുള്ള മക്കൾ അവർ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരാ. കർത്താവ് ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ചരട് കെട്ടാൻ പോകുന്ന എന്തിനാ? അവർ പറഞ്ഞു, അമ്മ വേണ്ടമ്മ, അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇവിടെ ചെയ്യണം. അമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടോ, ഒരു കാര്യഗൗരവത്തോടെ ഒരു കാര്യത്തെ മനസ്സിലാക്കാത്തത് കണ്ടോ, അതിലെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാത്തത് കണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇത് ഒരു വിഷയം, എത്രയോ വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. മക്കളെ, പഠിക്കും മക്കളെ,
അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞത് ഇപ്പോൾ പൊല്ലാപ്പായിട്ടുണ്ട് പലർക്കും ഇല്ലേ. ഇപ്പോൾ 22 വയസ്സൊക്കെ ആകുമ്പോഴേ പിള്ളേർ ജോലിക്ക് കയറുന്നുണ്ട്. പണ്ടൊക്കെ ജോലി ഇങ്ങനെ ഉഴപ്പി നടക്കും. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴൊരു 10-30 വയസ്സാവും. 10-30 വയസ്സിലാണ് ഇപ്പോൾ കല്യാണം നോക്കുന്നതെങ്കിൽ കല്യാണം കിട്ടുകയില്ല, പ്രതീക്ഷിക്കേ വേണ്ട. ഇനി നല്ല ജോലിയില്ലെങ്കിലോ കല്യാണം കിട്ടുമോ? ചെറുക്കന്മാർക്ക് പറയത്തക്ക ജോലിയില്ലെങ്കിൽ ആരാ ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കാൻ വരിക? അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഒരു ചുമ്മാ അനാസ്ഥ കാണിച്ചു, അനാസ്ഥ, ചില ഉദാസീനത, ഒരു കാര്യഗൗരവമില്ലാതെ പോയി ഇപ്പം പെടാപ്പാട് വിടുകയാണ്. അതാണ് ഇത്, അങ്ങനെയാണ്. അപ്പം നേരം പുലർന്നപ്പോൾ, പിന്നെ അടുത്ത വചനം 15-ാമത്തെ, നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയും പെൺമക്കളെയും 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക. ഇപ്പം രാത്രി മുഴുവൻ അവരൊന്നും ചെയ്തില്ല, അപകടം പതിയിരിക്കുകയാണ്, വേഗം ഓടി രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. എങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും? കഷ്ടപ്പെടേണ്ട നേരത്ത് കഷ്ടപ്പെടണ്ടേ? ഉഴപ്പി നടക്കാൻ പറ്റുമോ? ഇപ്പം നേരം പുലർന്നപ്പോൾ വീണ്ടും ആ ദൂതന്മാർ അവർ പറയുകയാണ്, വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. പിന്നെ അടുത്ത വചനം ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി 19-16, എന്നാൽ അവൻ മടിച്ചു നിന്നു. അവൻ മടിച്ചു നിന്നു. ദൂതൻ പറഞ്ഞ ഒരു കാര്യം, കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ കാര്യം ഒരു സീരിയസ്നെസ് ഇല്ലാതെ അത് മനസ്സിലാക്കി, മടിച്ചു നിന്നു. ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയല്ലേ? പല കാര്യങ്ങളിലും പള്ളിപ്പോകാൻ പറയുമ്പോഴും കുമ്പസാരിക്കാൻ പറയുമ്പോഴും മടിച്ചു നിൽപ്പാ. നമുക്കതിൻ്റെ കുറുക്കു വഴികളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്, എളുപ്പമുള്ള വഴികൾ. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവരോട് പറയുകയാണ്, എന്നാൽ മടിച്ചു നിന്ന് കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ട് എന്ന് വിട്ടതിന് ശേഷം അവരിലൊരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിൽ എങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു മരിക്കും. ഇപ്പം ലോത്ത് പറയാണ്, ലോത്തിന് പിന്നെ എക്സ്ക്യൂസാണ്. അപ്പോഴും നമ്മൾ എത്ര എക്സ്ക്യൂസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ കർത്താവിനോട്. അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ എടുത്തോണ്ട് പോയി രക്ഷിച്ച പോലെ എത്രയോ അനുഭവങ്ങളുണ്ട്, എന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ലോത്ത് പറയുകയാണ്, യജമാനൻ അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങനെ പ്രീതിക്ക് പാത്രമാണല്ലോ, എനിക്കങ്ങനെ മലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ എനിക്ക് കഴിവില്ല, അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ടൊരു ചെറിയ നഗരം കാണിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഞാൻ പൊയ്ക്കൊള്ളട്ടെ, അപ്പം എനിക്ക് രക്ഷപ്പെടാമല്ലോ. നമുക്ക് കഷ്ടപ്പെടാനൊന്നും പറ്റുകയില്ല, വെറുതെ വന്ന് നിൽക്കുക, അനുഗ്രഹം മേടിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ നമുക്ക് അങ്ങനെ വെറുതെ കിട്ടുമോ കർത്താവിൻ്റെ അനുഗ്രഹം? പാടുപീടകളേറ്റ് മരിച്ച ഈശോ അങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും കർത്താവിനോട് ഒരു നമ്മൾ സ്നേഹം കാണിക്കണ്ടേ? നമ്മൾ കഷ്ടപ്പെടണ്ടേ? വെറുതെ കിട്ടുന്നതാണോ രക്ഷ? ദൈവരാജ്യം ബലവശ്യമാണ്, അങ്ങനെ ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തുനിന്ന് അധ്വാനം ആവശ്യമാണ്. നമ്മൾ കുറെ കുറുക്ക് വഴികളാണ് നോക്കുന്നത്, കുറുക്ക് വഴികൾ. കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും ഞായറാഴ്ച ആചരിക്കാനും ഒക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആത്മീയ ജീവിതം, കൗദാശിക ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. ചില ആളുകൾ വർഷത്തിലൊരിക്കൽ ഇവിടെയാണ് കുമ്പസാരിക്കാൻ വരുന്നത്. നാട്ടിലെന്താ പള്ളിയില്ലേ? നാട്ടിലെന്താ പള്ളിയില്ലേ? നാട്ടിലെന്താ കുമ്പസാരമില്ലേ? അപ്പം നമ്മൾ അനാസ്ഥ, മടി. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ധൂർത്തപുത്രൻ കുമ്പസാരിക്കാൻ തീരുമാനമെടുത്ത ഒരൊറ്റ കാര്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ പന്നിക്കുട്ടി തന്നെ കിടന്നിരുന്നെങ്കിൽ അവിടെ തന്നെ കിടപ്പ്. നമ്മൾ ഈ കുറുക്ക് വഴികൾ തേടരുത്. കുറുക്ക് വഴികൾ തേടുന്നതാണ് ഈ ചരട് കെട്ടാൻ പോകുന്നതും തൊട്ടിൽ കെട്ടാൻ പോകുന്നതും തായിട്ട് പൂട്ടാൻ പോകുന്നതും. കാരണം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുകയും കൂടെ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നത് അത് എളുപ്പമല്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലി അത് എളുപ്പമുള്ള കാര്യമല്ല. തോന്നിയതുപോലെ ചിലരെങ്കിലും കത്തോലിക്കനായതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്, ഞായറാഴ്ച എഴുന്നേറ്റ് പള്ളി പോകണം, വേറെ വല്ല മതത്തിലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അപ്പോൾ കുറുക്ക് വഴി ചെറുത് കഷ്ടപ്പെടാൻ പറ്റുകയല്ല. അങ്ങനൊരു അപ്പോൾ
എക്സ്ക്യൂസ്, സോവാറിലേക്ക് ഞാൻ പോയിക്കൊള്ളട്ടെ, സോവാർ എന്ന പട്ടണത്തിലേക്ക്. ഇനി മറിയം, നമ്മളൊന്ന് ചിന്തിച്ചേ, മറിയം വല്ല എക്സ്ക്യൂസ് പറഞ്ഞു? ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞ ഉടനെ മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്ന് നിറവേറട്ടെ. അതാണ് എക്സ്ക്യൂസ് പറയാത്ത ഒരാളുടെ മധ്യസ്ഥതയിലുള്ള പള്ളിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്നിട്ട് എക്സ്ക്യൂസ് പറയാവോ? മകനെ, നീ പാപികൾക്ക് വേണ്ടി മരിക്കാൻ ഭൂമിയിലേക്ക് പോകുമോ? ഇല്ല പിതാവേ, എന്നെ കൊണ്ട് മരിക്കാൻ പറ്റുകയില്ല എന്ന്. അതൊന്നും പറ്റിയല്ല. വേറെ വല്ല വഴിയുണ്ടെങ്കിൽ, കുരിശുമരണം അല്ലാതെ വേറൊരു വഴിയുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്ന് ഈശോ തമ്പുരാൻ എക്സ്ക്യൂസ് പറഞ്ഞിരുന്നെങ്കിൽ, അപ്പം നമ്മൾക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ദൈവം എടുത്തോണ്ട് പോയി രക്ഷിച്ചിട്ട് പിന്നെയും എക്സ്ക്യൂസ്. ഇനി ലോത്തിന്റെ ഭാര്യ കേട്ടില്ലേ? പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ ലോത്തിന്റെ കൂടെ നിന്നില്ലേ? ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കണ്ടേ? ലോത്തിന്റെ കൂടെ നിൽക്കാഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പിന്തിരിഞ്ഞ് നോക്കരുത് എന്ന് പറഞ്ഞത്. അവർ രക്ഷപ്പെട്ട് ഓടുമ്പോൾ ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കി. സീരിയസ്നെസ് ഇല്ലാത്തത് കണ്ടോ? വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു പോവുക. എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ രക്ഷപ്പെടുവോ? എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ രക്ഷപ്പെടുവോ? പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണ്ടേ? കണ്ടന്റ് ഇല്ലാതെ എങ്ങനെ പരീക്ഷ എഴുതും? ഇല്ല, ചില ആളുകളെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആരെങ്കിലും കാണുമോ? കണ്ടന്റ് വേണ്ടേ? ജീവിതത്തിലൊരു കണ്ടന്റ് വേണ്ടേ? അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയായ? എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് അങ്ങനെ പോയാൽ എങ്ങനെയാ രക്ഷപ്പെടുക? ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ അവർ ഈശോ ഇങ്ങനെ ആ വള്ളത്തിൽ ഉറങ്ങുകയാണ്. അപ്പോൾ അവര് ഭയപ്പെട്ടു. വലിയ കൊടുങ്കാറ്റ്, ഭയപ്പെട്ടു. അവര് കർത്താവേ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഉള്ളിലുള്ള കർത്താവിനെ ഉണർത്തി എടുക്കണ്ടേ? മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ, വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നിന്റെ ഉള്ളിൽ ഉള്ള ഒരു ശക്തിയുണ്ട്. ഈ ലോത്തിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ആ പട്ടണത്തിൽ കൊണ്ട് ഇരുത്തിയത്, അങ്ങനെ അവിടെ ആ ദേശത്തുനിന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഒരു ശക്തിയുണ്ട്. ദൈവമാണല്ലോ രക്ഷിച്ചതെന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. നമുക്ക് കിട്ടിയ കൃപയെ വർദ്ധിപ്പിക്കണം. അത് നമ്മൾ നശിപ്പിച്ച് കളയരുത്. ദൈവത്തെ ഉണർത്തണം, ദൈവത്തെ ഉജ്ജ്വലിപ്പിക്കണം. ദൈവ സാന്നിധ്യത്തെ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനോട് പ്രതികരിക്കണം. ദൈവ സാന്നിധ്യം വളരെ പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് വലിയ സങ്കടമാകും. ഇന്ന് ഈ 1-ാം വായനയിലും അവരെ ദൈവം താഴ്വരയിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തുനിന്ന് രക്ഷിച്ചു. അപ്പോൾ ഇത് നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം എപ്പോഴും രക്ഷിക്കുന്ന ദൈവം കൂടെ ഉണ്ട്. പക്ഷേ ആ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഇത് ലോത്തിനെ ദൈവം രക്ഷിച്ചത് എത്ര അത്ഭുതകരമാണ്. ലോത്ത് കാണിച്ചു കൂട്ടി അനാവസ്ഥയൊക്കെ നോക്കുമ്പോഴും അത് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്കതുകൊണ്ട് ഇന്ന് ഈ വചന വിചിന്തനം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? കർത്താവിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? ദൈവം പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്? ഇപ്പം കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ഞായറാഴ്ച ആചരിക്കുക എന്ന് സഭയിലൂടെ നമുക്ക് കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ചേരുന്നത് അത് ചെയ്യാം, ഇത് ചെയ്യാം, എനിക്കിത് തന്നാൽ അത് ചെയ്യാം, മുടി പഠിച്ചോളാം, അത് കെട്ടിക്കോളാം, ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്തോളാം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്കിഷ്ടമുള്ളത് അതാണ് നമ്മുടെ അനാസ്ഥ. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. തീർത്ഥാടനത്തിന് വന്നിട്ട് നമ്മൾ 1-ാം പ്രമാണം ലംഘിച്ചു പോകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. ദൈവത്തോട് മറുതലിച്ചു പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ. ഇപ്പം നഷ്ടപ്പെട്ടതെല്ലാം ശ്രദ്ധിക്കാത്തത് കൊണ്ട് പോയതാണ്, അനാസ്ഥ കാണിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. നേരത്തെ കാലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോത്തിനെ രക്ഷിച്ചതുപോലെ ഞങ്ങളെയും എല്ലാ തകർച്ചകളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്കതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുസന്നിധാനത്തിലെന്നും
തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ. പരിശുദ്ധമ്മയെപ്പോലെ ദൈവത്തോട് നല്ല ആത്മാർത്ഥതയോടുകൂടെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ എന്നെ വിളിക്കുന്ന യേശുനാഥ സാദരം എന്നെ സമർപ്പിക്കുന്നു തിരുമുൻപിൽ എന്നെ സമർപ്പിക്കുന്നു ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നിതാ ബലിയിൽ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കനിവാർന്ന് അങ്ങുളവാക്കുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ ഈ കാഴ്ചദ്രവ്യങ്ങൾക്ക് യോജിച്ചതാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം
പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഗായ രാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. വിയർപ്പിൻ്റെ വൃത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും
പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി വാഴുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണകൾ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി വാഴുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണകൾ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. ക്രോപ്പേന്മാർ പേറും രഥമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, ക്രോപ്പേന്മാർ പേറും രഥമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, കാൽ കുഴയുമ്പോഴാശ്രയം നീയേ, അംബികേ ഞങ്ങൾ കേകിടണേ. അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി വാഴുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണകൾ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ.